Dear students, കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചില ടോപ്പിക്സുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പിക്കിൻ്റെ ഒരു ബാലൻസിങ് ആയിട്ട് വരുന്നതാണ് ക്വാളിഫിക്കേഷൻ ഓഫ് എൻ ഓഡിറ്റർ, then duties and of an cooperative auditor, rights of an auditor and liabilities of an auditor. The rule 64 വരുന്ന ചില പോർഷൻസുകളാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ക്വാളിഫിക്കേഷൻ എന്നാണ്, ഡ്യൂട്ടീസ്, ദെൻ റൈറ്റ്സ്, ഇതൊക്കെ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്താണെന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ്. അതിൽ കോപ്പറേറ്റീവ് ഓഡിറ്റിന് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന, അതല്ലെങ്കിൽ മറ്റുള്ള ഫിനാൻഷ്യൽ ഓഡിറ്റിൽ നിന്നും ജനറൽ ഓഡിറ്റിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കൂടെയാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് ചെയ്യുന്നത് ഡയറക്ടറേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ വിങ് ആണ്. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളും സ്റ്റേറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒഫീഷ്യൽസാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, ഡ്യൂട്ടീസ്, റൈറ്റ്സ് എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് ദ ക്വാളിഫിക്കേഷൻ ഓഫ് എൻ ഓഡിറ്റർ? കോപ്പറേറ്റീവ് ഓഡിറ്റർ, ഓഡിറ്റർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകുക എന്നുള്ളതാണ്. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റർ ആകണമെന്നുണ്ടെങ്കിൽ ഈ റൂൾ 64A പറയുന്നുണ്ട്. റൂൾ 64A ആണ് ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. അതിൽ മെൻഷൻ ചെയ്യുന്നതിൽ പറയുന്നത് ഓഡിറ്റർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസുകളാണ്. അതായത് ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ഓർ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ഓർ HDC or a business management that is awarded by the state cooperative union or national council for cooperative training. ഇതൊക്കെ നൽകുന്ന ഡിപ്ലോമ കോഴ്സുകൾ, ഹയർ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഏതിൽ വരും? ഒരു ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്ററിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റുകൾ പറയുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇനിയും ചില ക്വാളിഫിക്കേഷൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആരാകാം? ഒരു കോപ്പറേറ്റീവ് ഓഡിറ്ററായി മാറാം. കോപ്പറേറ്റീവ് ഓഡിറ്റർ ആകാനായിട്ടുള്ളത് കൊമേഴ്സ് വിഷയങ്ങളിൽ, അതായത് എസ്പെഷ്യലി സ്പെഷ്യലൈസേഷൻ ചെയ്യണം. കോർപ്പറേഷനിൽ BCom, MCom സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് കോപ്പറേറ്റീവ് ഓഡിറ്റർ ആവാം. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഓർ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ഡിഗ്രി ഓഫ് ദി കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, ഇവർ നൽകുന്ന ഗ്രാജുവേഷൻ ആയിക്കഴിഞ്ഞാലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിക്കഴിഞ്ഞാലും കോർപ്പറേഷനിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കോപ്പറേറ്റീവ് ഓഡിറ്റർ ആകാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിൽ വേണ്ടത്, കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് വേണ്ടത്. ദെൻ ദ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ സ്റ്റേറ്റഡ് എബോവ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ദ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് who have experience in audit and completed the probation period and having working knowledge in Malayalam language. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതിനും വേണ്ടത്ര രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസുകൾക്ക് എന്ത് ചെയ്യാം? ഈ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കൂടാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം? കോപ്പറേറ്റീവ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡ്യൂട്ടീസുകളെ കുറിച്ചിട്ടാണ്. ഡ്യൂട്ടീസ്, എന്തൊക്കെ ഡ്യൂട്ടീസുകളാണ് കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ഒരു KCS ആക്ടിൽ കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. സെക്ഷൻ 64 സബ്സെക്ഷൻ 1 പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. 64 സബ്സെക്ഷൻ 1. ആ 64 പറയുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് ദി എക്സാമിനേഷൻ ഓഫ് ഓവർ ഡെപ്റ്റ്, അതായത് സൊസൈറ്റിക്ക് ഉണ്ടാവുന്ന ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ അല്ലെങ്കിൽ അവരുടെ ഓവർ ഡ്യൂ ഡെപ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നത് എന്തായിരിക്കും? കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 64 ഓഫ് KCS ആക്ട് defines cooperative audit is the examination of overdue debt and verification of the cash balance and securities
and valuation of assets and liabilities of the cooperative society and other matters in connection with the cooperative society's activities. That is the cooperative audit എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ KCS ആക്ടിൽ പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ആരുടെ ഡ്യൂട്ടി തന്നെയാണ്? ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. എക്സാമിനേഷൻ ഓഫ് ദി ഓവർ ഡ്യൂ ഡെപ്റ്റ്, വെരിഫിക്കേഷൻ ഓഫ് cash balance and other securities and valuation of assets and liabilities. നമുക്ക് ഈ ഒരു KCS ആക്ടിൽ പറയുന്ന റൂൾസ് നമ്പറായിട്ട് KCS ആക്ടിലെ ഡ്യൂട്ടീസുകൾ പറയുന്നത് 64 സബ്സെക്ഷൻ 1 ൽ പറയുന്ന ഡെഫിനിഷനിൽ പറയുന്നതാണ്. ഓഫ് KCS ആക്ടിൽ പറയുന്നതാണ്. ഇനി നമുക്ക് അതർ ഡ്യൂട്ടീസുകൾ പലതും പറയുന്നുണ്ട്. അതർ ഡ്യൂട്ടീസുകൾ, ആ ഡ്യൂട്ടീസുകൾ കൂടെ ഇതിനോട് കൂടെ ചെയ്യണം, മനസ്സിലാക്കേണ്ടതാണ്. ഫസ്റ്റ് വൺ പറയുന്നത് the first duty of the cooperative auditor is the verification of the cash balance on the date of visit without giving prior notice. കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളിൽ ഓഡിറ്റർ വരുമ്പോൾ ഒരു സർപ്രൈസ് വിസിറ്റോട് കൂടെ ആയിരിക്കണം വരേണ്ടത്. കാരണം ക്യാഷ് ബാലൻസ് സെറ്റ് ചെയ്യുന്നതിനാണ്, ക്യാഷ് ബാലൻസിനെ ചെക്കിങ് ചെയ്യാനാണ്. അപ്പോൾ ക്യാഷ് ബാലൻസ് അവരുടെ കയ്യിൽ അന്നത്തെ ദിവസം ഉള്ള ക്യാഷ് ബാലൻസ് എത്രയാണ് എന്നുള്ളത് എന്ത് ചെയ്യണം? അവരെ അറിയിക്കാതെ തന്നെ വന്നുകൊണ്ട് അത് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം അത് എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്തതിന് ശേഷം അവരുടെ സീലും സൈനും ഡെസിഗ്നേഷനൊക്കെ ചെയ്തിട്ട് അതെന്ത് ചെയ്യണം? വെരിഫൈ ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, ആളുടെ ഡ്യൂട്ടിയാണ് ഫസ്റ്റ് വൺ പറയുന്നത്. നമ്പർ 2, ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് all the books are prescribed by the rules, act and under circulars issued by registers are maintained. സൊസൈറ്റിയുടെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടുകളും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരവും ആക്ട് ആൻഡ് റൂൾസുകൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പ്രകാരവും ആണെന്നുള്ളത് വെരിഫൈ ചെയ്തിരിക്കണം. സെക്കൻഡ് ഡ്യൂട്ടി അതാണ്. തേർഡ് ഡ്യൂട്ടി, വെരിഫൈ ദ ജെനുവിനെസ് ആൻഡ് റെഗുലാരിറ്റി ഓഫ് ദ പേഴ്സണൽ സെക്യൂരിറ്റി ആൻഡ് മോർഗേജ് ബാങ്ക്. സൊസൈറ്റി ഒരുപാട് ലോൺസുകളും അഡ്വാൻസുകളും മെമ്പേഴ്സിന് നൽകിയിട്ടുണ്ടായിരിക്കും, മെമ്പേഴ്സിനും നോൺ മെമ്പേഴ്സിനും നൽകിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ലോൺസിനും അഡ്വാൻസിനും ഫേവറായിട്ട് വയ്ക്കുന്ന സെക്യൂരിറ്റീസുകൾ, ആ സെക്യൂരിറ്റീസുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളത്, അത് ട്രൂ ആണോ, ഫെയർ ആണോ, ഒതൻറ്റിക്കേറ്റഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതായത് ലോൺസിൻ്റെ എമൗണ്ട് കൂടുതൽ കൊടുത്ത് കാണിച്ചുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം? ഇറേഴ്സുകൾ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഫ്രോഡായിട്ടുള്ള അക്കൗണ്ടുകൾ ചെയ്യാം, അല്ലെങ്കിൽ അക്കൗണ്ട്സുകളിൽ ചില മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള എൻട്രീസുകൾ ചെയ്യാം. പക്ഷെ അതില്ലാതിരിക്കാനായിട്ട് ഫെയർ ആൻഡ് വ്യൂല് ജെനുവിൻ ആയിട്ടുള്ള സെക്യൂരിറ്റീസുകളാണോ അല്ലെങ്കിൽ മോർഗേജ് ഡീഡുകളാണോ ബോണ്ടുകളാണോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വെരിഫൈ ചെയ്യണം. That is the third duty. Another one, fourth duty, ascertain whether the personal sureties are good for their undertaking and whether the value of mortgage properties are sufficient. ഇപ്പോൾ ലോൺസും അഡ്വാൻസുകളൊക്കെ കൊടുക്കുമ്പോൾ സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും അല്ലേ, കൂടാതെ ഷുവർട്ടി ഉണ്ടായിരിക്കും, നമ്മൾ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു തേർഡ് പേഴ്സണെ വെക്കും. അപ്പോൾ അവരൊക്കെ നൽകുന്ന സെക്യൂരിറ്റീസിൻ്റെ എമൗണ്ടും നമ്മൾ നൽകിയിട്ടുള്ള മോർഗേജ് എമൗണ്ടും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റിയുടെ ബേസിൽ തന്നെയാണോ എന്നുള്ളത് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. കാരണം അവർ ലോൺ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സെക്യൂരിറ്റി ആയിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടീസുകളായിരിക്കും നമ്മൾ റിക്കവർ ചെയ്യുന്നത്. അപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള മോർഗേജിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ട് തന്നെയാണോ സെക്യൂരിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഷുവർട്ടി ആയിട്ട് നിലനിന്നിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. ദാറ്റ് ഈസ് ദ ഫോർത്ത് പോയിന്റ്. Fifth duty, ascertain whether the loans are made fairly for proper period and bona fide file for the purpose and on adequate date. ലോൺസുകളും അഡ്വാൻസുകളും നൽകുമ്പോൾ മുമ്പ് പറഞ്ഞ പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെക്യൂരിറ്റീസുകളാണ്. അതേസമയം ഇപ്പോൾ പറയുന്നത് അതിൻ്റെ ലോൺ പീരീഡാണ്. അതായത് പറഞ്ഞ ഫിക്സഡ് ആയിട്ടുള്ള ആ പീരീഡിനുള്ളിൽ ലോൺ എമൗണ്ട് തിരിച്ചടച്ചിട്ടുണ്ടോ എന്നുള്ളതും ലോണിൻ്റെ ഡേറ്റുകൾ അല്ലെങ്കിൽ ആ റീപേയ്മെൻറ്റ് പീരീഡുകൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും വെരിഫൈ ചെയ്യണം. അതായത് ഇപ്പോൾ ലോങ് ടേം ലോണുകൾ, ഷോർട്ട് ടേം ലോണുകൾ അല്ലെങ്കിൽ മീഡിയം ടേം ലോണുകൾക്ക് അതിനെല്ലാം ഒരു ടൈം പീരീഡ് ഉണ്ട്. അതിനേക്കാൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണോ സൊസൈറ്റി ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്തിരിക്കണം. അനദർ വൺ പറയുന്നത് സിക്സ്ത് പോയിന്റ്, ചെക്ക് വെദർ ദി ആക്ട്, റൂൾസ് ആൻഡ് ബൈലോസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ സർക്കുലേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ സ്ട്രിക്ട്ലി ഒബ്സർവ്ഡ്.
സൊസൈറ്റിയിൽ, അതായത് സൊസൈറ്റിയുടെ ബൈലോ, ഡിപ്പാർട്ട്മെൻ്റൽ ആയിട്ടുള്ള സർക്കുലേഴ്സ്, അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി നൽകുന്ന ഇൻസ്ട്രക്ഷൻസുകൾ, ഇതെല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും അത് ഉറപ്പുവരുത്തേണ്ടതാണ്. 7th point, examine the payment made in order to check whether there is any books adjustment in proper extension of loan. അതായത് പേയ്മെൻറ്റുകൾ, ലോൺസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതല്ല, ലോൺസുകൾ സൊസൈറ്റി വാങ്ങിക്കുമ്പോൾ ലോൺസ് എമൗണ്ട് തിരിച്ചടച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം അതിൻ്റെ പേയ്മെൻറ്റ് പീരീഡുകൾ എത്രയാണെന്നുള്ളതും അത് ബുക്സുകളിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ഇംപ്രോപ്പറായിട്ടുള്ള എക്സ്റ്റൻഷൻസുകൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യും. ഓക്കെ, 8th പോയിന്റ് പറയുന്നത് ഡ്യൂട്ടീസിൽ ചെക്ക് വെദർ ഓൾ ഇറഗുലാരിറ്റീസ് ആൻഡ് ഡിഫക്റ്റ് brought to light in the previous audit report have been rectified. അതായത് കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഏതെങ്കിലും തരത്തിൽ റെക്ടിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസുകൾ, അതായത് ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ ഏതെങ്കിലും ഡിഫക്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഓഡിറ്റർ എന്ത് ചെയ്യാറുണ്ട്, മെൻഷൻ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കണ്ടിട്ടുള്ള ഡിഫക്റ്റുകളെ എന്ത് ചെയ്യാനായിട്ട് പറയും, റെക്ടിഫൈ ചെയ്യാനും അതിനുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനും പറയും. അങ്ങനെ നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, 9th പോയിന്റ് പറയുന്നത് ക്ലാസിഫൈ ദ ഓവർ ഡ്യൂ ഡെബ്റ്റ്സ് ആസ് ഗുഡ്, ബാഡ്, ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ആൻഡ് സീ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദി മാനേജിംഗ് കമ്മിറ്റി ടു റിയലൈസ് ദം. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലോൺസ്, അഡ്വാൻസ്, അത്തരത്തിലുള്ള പേയ്മെൻറ്റുകൾ നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ നൽകിയിട്ടുള്ള ലോൺസും അഡ്വാൻസും തിരിച്ചടക്കാത്ത പക്ഷം അത് ബാഡ് ഡെപ്റ്റ് ആവാം, അത് ഗുഡ് ബാഡ് ഡെപ്റ്റ് ആവാം, അല്ലെങ്കിൽ ബാഡ് തന്നെ ആവാം. അപ്പോൾ അതിന് നൽകിയിട്ടുള്ള പ്രൊവിഷൻസുകൾ എങ്ങനെയാണ് എന്നുള്ളതും അതിനടുത്ത് മാനേജ്മെൻ്റ് എടുത്തിട്ടുള്ള സ്റ്റെപ്സുകൾ എങ്ങനെയാണ് എന്നുള്ളതും ചെക്ക് ചെയ്യണം. ബാഡ് ഡെപ്റ്റുകളെല്ലാം റിക്കവർ ചെയ്യാൻ പറ്റാത്ത ബാഡ് ഡെപ്റ്റുകളുണ്ടോ, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ബാഡ് ഡെപ്റ്റുകളുണ്ടോ, ഗുഡ് ബാഡ് ഡെപ്റ്റുകൾ ഏതൊക്കെയാണ് അതിനെ അനലൈസ് ചെയ്യുന്നതും അതിനെ വെരിഫൈ ചെയ്യേണ്ടതും ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. 10th പോയിന്റ് പറയുന്നത് see that the society is working sound lines whether the managing committee, office bearers, members and other staff of the society understand their respective duties and responsibilities. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി, ഓഫീസ് ബെയറേഴ്സ്, എംപ്ലോയീസ്, അതർ സ്റ്റാഫ്, ഇവരെല്ലാവരും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ, റൂൾസിന് വിധേയമായിട്ട് തന്നെയാണോ അവരുടെ പ്രവർത്തനങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന നിലയ്ക്ക് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ് അത് ശരിയായിട്ടുള്ള രീതിയിൽ വർക്കിംഗ് ചെയ്യുന്നുണ്ടോ, സൊസൈറ്റിയുടെ സൗണ്ട് ലൈനിൽ തന്നെയാണോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിന് അനുസൃതമായിട്ട് തന്നെയാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. 11th പോയിന്റ് see that expenditure incurred by the society under establishment and contingencies are within the budget allotment and whether such allotment is reasonable. കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്ക് എക്സ്പെൻസസുകൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ കോണ്ടിജൻസീസ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ വരാം. അങ്ങനെയുള്ളതെല്ലാം റിയലി തന്നെയാണോ ഇവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡിങ്സുകളാണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. 12th point, verify the outside liabilities like borrowing from DCB, other creditors like government and other agencies and reconcile differences if any. കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്ക് ഉണ്ടായിട്ടുള്ള അതർ ലാബിലിറ്റീസുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അതർ ലാബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി മറ്റുള്ള സൊസൈറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നെല്ലാം ലോൺസുകൾ അല്ലെങ്കിൽ ബോറോയിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലാബിലിറ്റീസുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആയിട്ടുള്ള പാർട്ടീസ്, ക്രെഡിറ്റേഴ്സ് പോലുള്ള ആളുകൾക്ക് നൽകേണ്ട പേയ്മെൻറ്റുകൾ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് നൽകേണ്ടതായിട്ടുള്ള ഡ്യൂസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നൽകിയിട്ടുണ്ടോ. ഇതെല്ലാം ലാബിലിറ്റീസുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ടതാണ്. 13th point, enquire about correction and overwriting in the receipt vouchers records.
സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസുകളെ സപ്ലിമെൻറ്റ് ചെയ്യുന്ന വൗച്ചേഴ്സ്, റെസിപ്റ്റുകൾ, അതുപോലെ തന്നെ മറ്റ് രജിസ്റ്റേഴ്സുകൾ, റെക്കോർഡ്സുകൾ, ഇതിലെല്ലാം കറക്ഷൻസുകൾ ചെയ്യുക അല്ലെങ്കിൽ ഓവർ റൈറ്റിംഗ് ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് അല്ലാത്ത രീതിയിലാണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. 14th point, check whether the balance sheet and profit and loss account exhibit a true and fair view of the state of affairs of the society. സൊസൈറ്റിയുടെ ഫൈനൽ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതും അതിൽ എക്സിബിറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്, ദെൻ അസറ്റ്സുകൾ, ലാബിലിറ്റീസുകൾ, ഇതെല്ലാം ഫെയർ ആൻഡ് വ്യൂവിലുള്ളത് തന്നെയാണോ എന്നുള്ളത്. അത് വർഷം കൃത്യമായിട്ടുള്ള റിയൽ വാല്യൂവിൽ തന്നെയാണോ അത് നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. നെക്സ്റ്റ് വൺ, 15th point, classify the society state in his audit memorandum whether he has obtained all informations required for the purpose of audit. Classify the society. ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റ് ചെയ്തതിൻ്റെ ബേസിൽ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി, ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി സൊസൈറ്റി, ദെൻ സൊസൈറ്റി ഫേമിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ഇതിൻ്റെ ബേസിലെല്ലാം കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ക്ലാസിഫൈ ചെയ്യാം. ABCD എന്ന രീതിയിലാണ് സൊസൈറ്റീസുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യേണ്ട ഡ്യൂട്ടിയും ഓഡിറ്ററുടെ തന്നെയാണ്. അതുപോലെ തന്നെ ഓഡിറ്റർ മെമ്മോറാണ്ടത്തിൽ ഓഡിറ്റർ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഡീറ്റെയിൽസുകളാണ് ഓഡിറ്റ് മെമ്മോറാണ്ടം. അത് മെൻഷൻ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള എന്തെങ്കിലും ഓഡിറ്റുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന അതർ ഇൻഫോർമേഷൻസുകൾ അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഓഡിറ്റ് മെമ്മോറാണ്ടത്തിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് പറയുന്നത്, ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദി ഓഡിറ്റ് he should prepare an audit certificate, submit the same to the registrar of cooperative society. കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ രജിസ്ട്രാർക്കും അതെന്ന് ചെയ്തിരിക്കണം, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് സൊസൈറ്റികൾക്ക് നൽകേണ്ടതും അതിൻ്റെ എല്ലാം ചുമതല ആർക്ക് തന്നെയാണ്? കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് തന്നെയാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഓഡിറ്ററിനെ കുറിച്ചുള്ള ഡ്യൂട്ടീസുകളിൽ പറയാനുള്ളത്. ഇനി നമുക്ക് റൈറ്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഒരു കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ റൈറ്റ്സ് പറയുന്നത്, അതായത് ഒരു ഓഡിറ്റർ എന്ന് പറയുമ്പോൾ ആ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ വെരിഫൈ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല, വളരെ സത്യസന്ധമായിട്ടും അയാളുടെ ഡ്യൂട്ടീസുകൾ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട വ്യക്തി കൂടെയാണ്. കാരണം ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ റെക്കോർഡ് ചെയ്തു വെക്കുന്നത് സൊസൈറ്റിയാണ്, പക്ഷെ അത് പരിശോധന നടത്തുന്നത് അതർ ആയിട്ടുള്ള ഒരു ഒഫീഷ്യലാണ്. പക്ഷേ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു തരത്തിലും ലോസ് ഉണ്ടാകാത്ത രീതിയിൽ, അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള മെമ്പർമാർക്ക് അവരുടെ സേവനങ്ങൾ നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം അതിനെ എക്സാമിനേഷൻ ചെയ്യുന്നത്. മറ്റുള്ളൊരു ഓർഗനൈസേഷൻ പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂഷനല്ല കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സെറ്റപ്പിനേക്കാൾ അപ്പുറമായിട്ട് മെമ്പേഴ്സിൻ്റെ ഒരു പ്രൊമോഷണൽ സ്റ്റെബിലിറ്റി, ഇക്കണോമിക് ഗ്രോത്ത്, സൊസൈറ്റിയുടെ തന്നെ ഒരു ഇക്കണോമിക് ആയിട്ടുള്ള ഗ്രോത്താണ് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ശ്രമിക്കേണ്ടത്. അപ്പം അങ്ങനെയെല്ലാം നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ റൈറ്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് ആക്ടിൽ പറയുന്ന സെയിം റൈറ്റുകൾ തന്നെയാണ് എവിടെ നൽകുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റർക്കും നൽകുന്ന റൈറ്റ്സ്. ഇപ്പോൾ കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളിലെല്ലാം ഓഡിറ്റർ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഡിറ്റർക്ക് എന്തെല്ലാം റൈറ്റ്സുകൾ എൻടൈറ്റിൽ ചെയ്യുന്നുണ്ടോ ആ റൈറ്റുകളെല്ലാം ആർക്ക് കിട്ടും, ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റർക്ക് കിട്ടും. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്ട്, റൂൾസ്, ഇതിലെല്ലാം റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഓഡിറ്ററുടെ റൈറ്റ്സുകളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ദ ഓഡിറ്റർ ഹാസ് ദ റൈറ്റ് ടു ആസ്ക് for all other information and explanation required to satisfy the author himself, auditor himself, and to the truth accounts from any member, office or staff
പാസ്റ്റ് മെമ്പർ ഓർ പ്രസൻറ്റ് മെമ്പർ. ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്റിങ്ങുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യാനും അതിൻ്റെ ഡോക്യുമെൻസുകൾ ഒബ്റ്റെയിൻ ചെയ്യാനും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർമാരിൽ നിന്നോ, ആ മെമ്പർ ചിലപ്പോൾ പാസ്റ്റ് മെമ്പർ ആവാം, പ്രസൻറ്റ് മെമ്പർ ആവാം, അല്ലെങ്കിൽ എംപ്ലോയീസ് ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഓഫീസ് ബെയറേഴ്സ് ആകാം. ഇവരിൽ നിന്നെല്ലാം കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? അത് ഇൻഫർമേഷൻ ഗേദർ ചെയ്യാനുള്ള റൈറ്റും അത് അവരോട് ചോദിക്കുക, എക്സ്പ്ലനേഷൻ ചോദിക്കാനുള്ള റൈറ്റും ഒരു ഓഡിറ്റർക്ക് ഈ ആക്ട് പ്രകാരം നൽകുന്നുണ്ട്. Number 2, the auditor has the right of access of books, accounts, registers and vouchers of the business kept at the head office or branches at any reasonable time. ഓഡിറ്റുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ബുക്സ്, രജിസ്റ്റേഴ്സ്, റെക്കോർഡ്സുകൾ, ഡോക്യുമെൻസുകൾ സൊസൈറ്റിയുടെ മറ്റേതെങ്കിലും ബ്രാഞ്ച് ഓഫീസുകളിലാണ് കീപ്പ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ നിന്ന് അത് ആക്സസ് ചെയ്യാനും ആ ബ്രാഞ്ചുകൾ വിസിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഓഡിറ്റർക്ക് നൽകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ, ഹി ഹാസ് ദ റൈറ്റ് ടു ടേക്ക് ലീഗൽ അഡ്വൈസ് ഓഫ് ടെക്നിക്കൽ എക്സ്പേർട്സ്. ടെക്നിക്കലായിട്ടുള്ള എക്സ്പേർട്സിൻ്റെ കൺസൾട്ടൻസി, മറ്റെന്തെങ്കിലും ആവശ്യമായിട്ടുള്ള രീതിയിൽ നിയമോപദേശം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തേടാനുള്ള റൈറ്റും ഓഡിറ്റർക്ക് നൽകുന്നുണ്ട്. Another one, he has the right to visit any branch of the institution to get any information required for the conduct of audit. സൊസൈറ്റീസിൻ്റെ മറ്റ് ബ്രാഞ്ചസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ചുകളിൽ പോകാനും അത് വിസിറ്റ് ചെയ്യാനും അവിടെ നിന്നും ഓഡിറ്റുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻഫർമേഷൻസുകൾ ഗാദർ ചെയ്യാനും കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഓഫീസർക്ക് നൽകുന്നുണ്ട്, ഓഡിറ്റർക്ക് നൽകുന്നുണ്ട്. Next point, he has the right to get indemnity against his client in respect of expenses incurred by him in defending any criminal or civil proceeding which is adjusted in his favor. സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തലുകളൊക്കെ വരുത്തിക്കൊണ്ട് ഏതെങ്കിലും നഷ്ടങ്ങളൊക്കെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ നഷ്ടപരിഹാരമായിട്ട് ആ പാർട്ടീസുകളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാനും അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനും എത്രമാത്രം നഷ്ടം ആ വ്യക്തികളെ കൊണ്ടുണ്ടായിട്ടുണ്ടോ അതെല്ലാം അവർ ചെയ്തെടുക്കാനുള്ള റൈറ്റ് എല്ലാം ഒരു ഓഡിറ്റർ എന്ന നിലയിൽ അയാൾക്കുള്ളതാണ്. ഇത്രയാണ് നമുക്ക് ഓഡിറ്ററുടെ പവേഴ്സുകൾ പറയാനുള്ളത്. ഫസ്റ്റ് പവർ പറഞ്ഞിട്ടുള്ളത് ഓഡിറ്റുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് കളക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വ്യക്തികളെ വിളിച്ചു വരുത്താനും അവരിൽ നിന്നും വേണ്ട രീതിയിൽ ആ ഇൻഫർമേഷൻസുകൾ ഗാദർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് മറ്റേതെങ്കിലും ബ്രാഞ്ച് ഓഫീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ച് ഓഫീസുകളിൽ നിന്നും എന്ത് ചെയ്യാം, ഇവരുടെ ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യാം, അത് വിസിറ്റ് ചെയ്യാനും റെക്കോർഡ്സുകൾ, ഡോക്യുമെൻറ്റ്സുകൾ, ബുക്സുകൾ, രജിസ്റ്റേഴ്സുകൾ അത് ആക്സസ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിച്ചതുകൊണ്ട് എന്തെങ്കിലും നഷ്ടങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ഇയാളുടെ ഈ സൊസൈറ്റിയുടെ ഓഡിറ്റിങ്ങിൽ നിന്നും മനസ്സിലാകുന്ന പക്ഷം അതിന് കാരണമായിട്ടുള്ള വ്യക്തികൾ, അത് മെമ്പർമാരാവാം, എംപ്ലോയീസ് ആവാം, മാനേജിങ് കമ്മിറ്റി ആവാം, അവരിൽ നിന്നും ആ എമൗണ്ട്, ആ എക്സ്പെൻസുകൾ ഇൻകർ ചെയ്തിട്ടുള്ളത് നഷ്ടപരിഹാരമായിട്ട് വാങ്ങിക്കാനും അവർക്കെതിരെ ഏതെങ്കിലും സിവിൽ നടപടികളോ അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടുള്ള നടപടികളോ എടുക്കുന്നതിനും ഉള്ള പവർ ആർക്ക് നൽകുന്നുണ്ട്? ഓഡിറ്റർക്ക് നൽകുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് പവേഴ്സ് അല്ലെങ്കിൽ റൈറ്റ്സ് ഓഫ് ഓഡിറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലാബിലിറ്റീസിനെ കുറിച്ചിട്ടാണ്. ലാബിലിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് മനസ്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് പറയുന്നത് ലാബിലിറ്റീസ് ഓഫ് എ ഓഡിറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയുന്നത് ഓഡിറ്ററുടെ ലാബിലിറ്റീസുകൾ 3 ടൈപ്പിലാണ് ഉള്ളത്. ഒന്ന് കോൺട്രാക്ച്വൽ ലാബിലിറ്റി, നമ്പർ 2 സ്റ്റാറ്റ്യൂട്ടറി ലാബിലിറ്റി and number 3 third parties liability. The party liability towards the third party. അപ്പോൾ നമ്മൾ നോക്കാം liability of auditor. ഫസ്റ്റ് വൺ പറയുന്നത് കോൺട്രാക്ച്വൽ liability ആണ്.
Third one, liability towards third party. Statutory liability എന്ന് പറയുമ്പോൾ അത് കമ്പനീസ് ആക്ട് പ്രകാരം നൽകുന്നുണ്ട്. കമ്പനീസ് ആക്ട്. Then next പറഞ്ഞു കഴിഞ്ഞാൽ under IPC ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡ് നൽകുന്ന സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് വരുന്ന ലാബിലിറ്റിയാണ്. ഇനി കമ്പനീസ് ആക്ടിൽ തന്നെ ലാബിലിറ്റി അറൈസ് ചെയ്ത് ക്രിമിനൽ ലാബിലിറ്റി ഉണ്ടായിരിക്കാം, ദെൻ സിവിൽ ലാബിലിറ്റിയും അറൈസ് ചെയ്യാം. ഈ സിവിൽ ലാബിലിറ്റി തന്നെ എന്താവാം? രണ്ട് തരത്തിലാണ് പറയുന്നത്. ലാബിലിറ്റി ഫോർ നെഗ്ലിജൻസ്, another one liability for misfeasance. Liability for misfeasance. ഇതിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഇതിൻ്റെ ടോട്ടലായിട്ടും ഏതൊക്കെ ടൈപ്പുള്ള ലാബിലിറ്റീസുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. സിവിൽ ലാബിലിറ്റി ഏതാണ്, ക്രിമിനൽ ലാബിലിറ്റി ഏതൊക്കെയാണ്, അതിൽ വരുന്ന ഓരോ ലാബിലിറ്റിയും അറൈസ് ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഓഡിറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കും ഉള്ള ലാബിലിറ്റി തന്നെയാണ് കോപ്പറേറ്റീവ് ഓഡിറ്റർക്കും വരുന്നത്. അതായത് നമ്മൾ ഓഡിറ്റിങ്ങിൽ ഓഡിറ്ററുടെ ലാബിലിറ്റി പഠിക്കുന്നുണ്ട്, അവിടെ വരുന്ന ലാബിലിറ്റീസ് തന്നെയാണ് ഇവിടെയും കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ ലാബിലിറ്റി ആയിട്ട് അറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറിയാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കമ്പൾസറി ഫോർ ഡൺ ഓഡിറ്റിംഗ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. എല്ലാ സൊസൈറ്റീസുകളും ചെയ്തിരിക്കണം. സ്റ്റേറ്റ് കൺട്രോൾഡ് ആണ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് കമ്പൾസറി ആണ്, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളൊരു ഓഡിറ്റാണ്. ഇപ്പോൾ ഓഡിറ്റ് പല ടൈപ്പിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെയും കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റുകളെല്ലാം കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്ട്, റൂൾസ്, പ്രൊവിഷൻസുകൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല സൊസൈറ്റിയുടെ ബൈലോ, രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്ന ചില ഇൻസ്ട്രക്ഷൻസുകൾ, ഡയറക്ഷൻസുകൾ, ഇതിൻ്റെ ബേസിലൊക്കെ ആയിരിക്കും ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓഡിറ്റർക്ക് ഒരുപാട് ലാബിലിറ്റീസുകൾ റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലാബിലിറ്റീസുകളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ കോൺട്രാക്ച്വൽ ലാബിലിറ്റി, ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലാബിലിറ്റി ആൻഡ് ലാബിലിറ്റി ടുവാർഡ്സ് ദി തേർഡ് പാർട്ടി. സ്റ്റാറ്റ്യൂട്ടറി ലാബിലിറ്റി എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് പ്രകാരം വരുന്നുണ്ട്. ദെൻ ഇന്ത്യൻ പീനൽ കോഡ് IPC നിയമവകുപ്പിലൂടെയും ഇയാൾക്ക് ലാബിലിറ്റി അറൈസ് ചെയ്യുന്നുണ്ട്. കമ്പനീസ് ആക്ട് പ്രകാരം വരുന്നത് സിവിൽ ലാബിലിറ്റിയും ദെൻ ക്രിമിനൽ ലാബിലിറ്റിയും ആണ്. ദെൻ സിവിൽ ലാബിലിറ്റിയിൽ തന്നെ ഏത് തരത്തിലുള്ളതിനാണ് സിവിൽ ലാബിലിറ്റി വരുന്നത്? ലാബിലിറ്റി ഫോർ നെഗ്ലിജൻസ് ആൻഡ് ലാബിലിറ്റി ഫോർ ദി മിസ്ഫീസൻസ്. ഇത്രയാണ് നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയാനുള്ളത്. ഇനി നമുക്കറിയാം ഒരു ഓരോ കൺട്രിയിലും നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടായിരിക്കും സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അതുമാത്രമല്ല അവിടെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടീസുകൾ പെർഫോം ചെയ്തിരിക്കണം എന്നുള്ളത് നിയമപ്രകാരം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ KCS ആക്ടിൽ ഡ്യൂട്ടീസ് പറഞ്ഞതുപോലെ തന്നെ അതിലെന്ത് പറയുന്നുണ്ട്? റൈറ്റ്സ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് പറയുന്നുണ്ട്? ലാബിലിറ്റീസുകൾ പറയുന്നുണ്ട്. അപ്പോൾ സൊസൈറ്റിയുടെ ഒരു ഓഡിറ്റർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആണ് എന്നുണ്ടെങ്കിൽ കൂടെയും സ്റ്റേറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുമ്പോൾ സൊസൈറ്റിയുടെ ടോപ്പ് അതോറിറ്റി ആയിട്ടുള്ള ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അവിടെയുള്ള ഒഫീഷ്യൽസാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അയാളുടെ ഡ്യൂട്ടിയിൽ നിന്ന് അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ഒരു തരത്തിലും എക്സ്ക്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഗവൺമെൻറ്റിൻ്റെയും രജിസ്ട്രാറുടെയും
ഡയറക്ടറേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇൻസ്ട്രക്ഷൻസുകളും ഗൈഡ് ലൈൻസുകളും സൂപ്പർവിഷനും അനുസരിച്ചുകൊണ്ടാണ് കോപ്പറേറ്റീവ് ഓഡിറ്റർ പ്രവർത്തിക്കേണ്ടത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സുകൾ എറൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് ഏത് തരത്തിലുള്ള ലാബിലിറ്റീസുകളാണ് എറൈസ് ചെയ്യുക എന്നുള്ളത് നിയമത്തിൽ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ലാബിലിറ്റീസുകളാണ് നമ്മൾ പറയുന്നത്. സിവിൽ ലാബിലിറ്റിയും എറൈസ് ചെയ്യും, ദെൻ ക്രിമിനൽ ലാബിലിറ്റിയും എറൈസ് ചെയ്യും. അപ്പോൾ കമ്പനീസ് ആക്ട് അനുസരിച്ച് കൊണ്ടുള്ള ലാബിലിറ്റീസുകളാണ് ക്രിമിനൽ ലാബിലിറ്റിയും ദെൻ സിവിൽ ലാബിലിറ്റിയും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ക്രിമിനൽ ലാബിലിറ്റി ആയിട്ട് വരുന്നത് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ക്രിമിനൽ ലാബിലിറ്റി എന്താണെന്ന് പറയാം. ക്രിമിനൽ ലാബിലിറ്റി ഈസ് അണ്ടർ സെക്ഷൻ 628 ഓഫ് ദി Indian Companies Act. An auditor can hold criminal liability for fraud and furnishing false statement. സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ പരിശോധന നടത്തുന്നതിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഫർണിഷ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രോഡായിട്ടുള്ള ആക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ക്രിമിനലായിട്ടുള്ള ലാബിലിറ്റി അറൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഷോർട്ടായിട്ട് ഏതെല്ലാം കേസുകളിലാണ് ക്രിമിനൽ ലയബിൾ ആകുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്പർ 1, ഹി മേക്സ് ഓർ സർട്ടിഫിക്കറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് നോയിങ് ഇറ്റ് ഈസ് ടു ബി ഫോൾസ്. അപ്പോൾ ചില സർട്ടിഫിക്കറ്റുകളൊക്കെ ഓഡിറ്റർ ഇഷ്യൂ ചെയ്യേണ്ടതാണ്. പക്ഷേ അത് തെറ്റായിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത് അറിഞ്ഞിട്ട് കൂടെയും അയാൾ എന്ത് ചെയ്യുകയാണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ചില സർട്ടിഫിക്കറ്റുകൾ. അപ്പം അങ്ങനെ മിസ്റ്റേറ്റ്മെൻറ്റുകൾ നൽകിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ക്രിമിനലായിട്ടുള്ള ഒരു ലാബിലിറ്റി ആയിരിക്കും. അനദർ വൺ, ഹി ഒമിറ്റ്സ് ഓർ എ മെറ്റീരിയൽ ഫാക്ട് നോയിങ് ഇറ്റ് ഈസ് ടു ബി മെറ്റീരിയൽ. അതായത് സത്യസന്ധമാണെന്ന് അറിയാം, സത്യസന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് ഇയാൾ ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷേ റെക്കോർഡ് ചെയ്യുന്നതിൽ എന്ത് ചെയ്യാണ്, ചില റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ ചില ട്രാൻസാക്ഷൻസുകൾ, ചില ഡോക്യുമെൻറ്റ്സുകൾ അതിനൊക്കെ ഒമിറ്റ് ചെയ്തുകൊണ്ട് റെക്കോർഡിങ് ചെയ്യാം. അത് എന്തായിട്ട് മാറും, ഒരു സിവിൽ ലാബിലിറ്റി ആയിട്ട് മാറും, ക്രിമിനൽ ലാബിലിറ്റി ആയിട്ട് മാറും. നമ്പർ 3 പറയുന്നത്, ഇഫ് സച്ച് ഒഫൻസ് ഹാസ് ബീൻ പ്രൂവ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ. നിയമാനുസൃതം കോടതിയുടെ മുന്നിൽ ഈ ക്രിമിനൽ ആയിട്ടുള്ള ആക്ട് ആണെന്ന് തെളിയുന്ന, അതായത് ഇപ്പോൾ ഏതെങ്കിലും മിസ്റെപ്രസെൻറ്റേഷൻസുകൾ, ഫ്രോഡുകൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കോടതിയുടെ മുന്നിൽ തന്നെ അതെന്തായിട്ടാണ്, ക്രിമിനൽ ആക്ടായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. അത് ചെയ്തു കഴിഞ്ഞാൽ ക്രിമിനൽ ലാബിലിറ്റി അറൈസ് ചെയ്യും. ലാസ്റ്റ് പോയിന്റ്, ഹി ഡസ് നോട്ട് കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദി ലോ. കമ്പനീസ് ആക്ട് പ്രകാരം അയാളുടെ പവറുകളുണ്ട് അല്ലേ. പിന്നെ ഓഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് കേസസ് ആക്ട് പ്രകാരമാണ്. അപ്പം അങ്ങനെയുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ക്രിമിനൽ ലാബിലിറ്റി അയാൾക്ക് എന്ത് ചെയ്യും, അറൈസ് ചെയ്യും. ഇതാണ് ക്രിമിനൽ ലാബിലിറ്റിയുടെ അറൈസ് ചെയ്യുന്ന കാരണങ്ങൾ. ഇനി സിവിൽ ലാബിലിറ്റി അറൈസ് ചെയ്യുന്ന റീസൺസുകളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ദാറ്റ് ഹി വാസ് നെഗ്ലിജൻറ്റ്, അതായത് പ്രവർത്തനങ്ങൾ ചെയ്യുക പക്ഷെ അത് ഭയങ്കര അശ്രദ്ധമായിട്ട് ചെയ്യുക. അത് ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ പരിശോധന നടത്തുന്നതിൽ, വാലുവേഷൻ ചെയ്യുന്നതിലോ വെരിഫിക്കേഷൻ ചെയ്യുന്നതിലോ ഒക്കെ നെഗ്ലിജൻസ് വരുത്തുന്ന പക്ഷം അതെന്തായി മാറും, സിവിൽ ലാബിലിറ്റി അറൈസ് ചെയ്യും. Another one, that has a result of his negligence, client suffered as loss. അയാളുടെ അശ്രദ്ധ മൂലം സൊസൈറ്റി ഓഡിറ്റ് ചെയ്തു, പക്ഷേ അയാൾ ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ ചില തെറ്റുകളെല്ലാം കണ്ടെത്താമായിരുന്നു. അതുമൂലം സൊസൈറ്റിക്ക് പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ക്ലയൻറ്റിന് സഫർ ചെയ്യേണ്ടതായിട്ടുള്ള ലോസുകൾ വരുന്ന രീതിയിൽ എന്തെങ്കിലും നെഗ്ലിജൻസ്, അശ്രദ്ധ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വരുത്തുന്നുണ്ടെങ്കിൽ അതും സിവിൽ ലാബിലിറ്റി ആയിട്ടാണ് അറൈസ് ചെയ്യുന്നത്. Another one, that the loss was suffered by the person to whom the auditor owed the duty. അതായത് മറ്റുള്ള വ്യക്തികൾക്ക്, അതായത് ഓഡിറ്റർ മുഖേന മറ്റുള്ളവർക്ക് ലോസ് ഉണ്ടാകുന്ന രീതിയിൽ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതും എന്തായിരിക്കും, സിവിൽ ലാബിലിറ്റി ആയിരിക്കും. ഇനി അടുത്തത് പറയുന്നത് സെക്ഷൻ 633 കമ്പനീസ് ആക്ടിൽ ഓഡിറ്റർക്ക് ചില റിലീഫുകൾ, എക്സംഷൻസുകൾ നൽകുന്നുണ്ട്. അതായത് അയാളുടെ ഭാഗത്തു നിന്നുള്ള ഡീഫോൾട്ടോ നെഗ്ലിജൻസോ അയാളുടെ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടിയോ അതൊക്കെ ചെയ്തു കഴിഞ്ഞാലും പക്ഷെ അതൊരു സിവിൽ ലാബിലിറ്റി ആയിട്ട് അറൈസ് ചെയ്തു. പക്ഷെ ചില കേസുകളിൽ അതെന്തായി മാറും, ഒരു എക്സംഷൻ കൊടുക്കും. ആ എക്സംഷൻ കൊടുക്കുന്നതാണ് സെക്ഷൻ 633 എന്ന് പറയുന്ന കമ്പനീസ് ആക്ടിൽ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത്, ഹി ഹാസ് ആക്ടഡ് ഹോണസ്റ്റ്ലി. വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട്
പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്, സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുകയാണ്, എന്നിട്ടുമാണ് ഇങ്ങനെയുള്ളൊരു സംഭവം വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എക്സംഷൻ കിട്ടുന്നതാണ്. അനദർ വൺ, ഹി ഹാസ് ഷോൺ റീസണബിൾ കെയർ, ഡെലിജൻസ്, സ്കിൽ, പെർഫോമൻസ് ഓഫ് ഹിസ് ഡ്യൂട്ടി. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് പോലെ തന്നെ നെഗ്ലിജൻസ് വരുന്നതിനുള്ള കാരണം അയാളുടെ ഭാഗത്തുനിന്നുള്ള ഒരു പെർഫോമൻസ് കുറവ് കൊണ്ടോ സ്കിൽ കുറവ് കൊണ്ടോ ഒന്നല്ല, അതീവ ശ്രദ്ധയോടുകൂടെ നെഗ്ലിജൻ്റായിട്ട് കെയറിങ് കൊണ്ട് നല്ല പെർഫോം ചെയ്യുന്ന ഒരു ഓഡിറ്ററായിട്ട് പോലും അയാളുടെ ഭാഗത്ത് നിന്നെങ്കിലും കേസുകൾ വന്നു കഴിഞ്ഞാൽ അതിന് എക്സംഷൻ കിട്ടും. ലാസ്റ്റ് പറഞ്ഞത് ദ സർക്കംസ്റ്റൻസസ് ഫേവർ ഹിം ടു ബി എക്സ്ക്യൂസ്ഡ്. അതായത് അയാൾ ഈ സാഹചര്യ തെളിവുകൾ ഇയാൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിലും ഓഡിറ്റർക്ക് ചില എക്സ്ക്യൂസുകൾ നൽകുന്നുണ്ട്. അപ്പം ഇത്രയും എക്സ്ക്യൂസുകളാണ് അയാളുടെ ലാബിലിറ്റിയിൽ നിന്നും എക്സംഷൻ കിട്ടാനുള്ള എക്സ്ക്യൂസുകൾ. ഇന്നത്തെ ക്ലാസ്സിൽ ഡ്യൂട്ടീസ്, റൈറ്റ്സ്, ലാബിലിറ്റീസുകളാണ് പറഞ്ഞത്. ഇവിടെ ക്രിമിനൽ ലാബിലിറ്റിയും സിവിൽ ലാബിലിറ്റിയും എറൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ക്രിമിനൽ ലാബിലിറ്റി എറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓഡിറ്റർക്ക് എന്തായിരിക്കും പനിഷ്മെൻ്റ് എന്നുള്ളത് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ക്രിമിനൽ ലാബിലിറ്റി എന്തുകൊണ്ടാണ് എറൈസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി അല്ലേ? അണ്ടർ സെക്ഷൻ 628 ഓഫ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് ആൻ ഓഡിറ്റർ ക്യാൻ ബി ഹെൽഡ് ക്രിമിനലി ലയബിൾ ഫോർ ഫ്രോഡ്സ് ആൻഡ് ഫോർ ഫർണിഷിംഗ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, മിസ്സ്റ്റേറ്റ്മെൻറ്റുകൾ നൽകുന്നതിലൂടെയും അല്ലെങ്കിൽ അയാളുടെ ഡ്യൂട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ട് വരുന്നതിലൂടെയാണ് ഒരു ഓഡിറ്റർ എന്തായി മാറുന്നത്? ക്രിമിനലി ലയബിളായി മാറുന്നത്. അപ്പോൾ സെക്ഷൻ 628 കമ്പനീസ് ആക്ടിൽ ഈ പറയുന്ന സിറ്റുവേഷൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഇതിനുള്ള പ്രൊവിഷൻസുകളൊന്നും പറയുന്നില്ല. ക്രിമിനൽ ലാബിലിറ്റി ഏതാണെന്നോ അല്ലെങ്കിൽ അത് എറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പനിഷ്മെൻറ്റിനെ കുറിച്ചോ ഒന്നും കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ പറയുന്നില്ല. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ദ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ബി ഹെൽഡ് ക്രിമിനലി ലയബിൾ ഓൺലി ഇഫ് ഹിസ് ആക്ട് constitute an offense under the Indian Penal Code section 197. അപ്പോൾ ഇയാൾക്ക് നൽകുന്ന ലാബിലിറ്റി അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പനിഷ്മെൻറ്റ് ഏതിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 197 വരുന്ന ഏതെങ്കിലും ഒഫൻസുകൾ ഇയാൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്ററും ക്രിമിനലി ലയബിളായി മാറും. അപ്പോൾ IPC വകുപ്പിൽ പറയുന്ന ഏതെങ്കിലും ആക്ടുകൾക്ക് വിധേയമായിട്ട് തന്നെയാണ് അയാൾക്ക് എന്ത് കിട്ടുന്നത്? പനിഷ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള 4 സിറ്റുവേഷൻസുകളുണ്ട് അല്ലേ? അപ്പം അങ്ങനെയുള്ള 4 സിറ്റുവേഷൻസുകളിൽ ഇയാൾ ക്രിമിനലി ലയബിളാണെന്ന് തെളിവ് വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പനിഷ്മെൻറ്റ് നൽകുന്നത് 7 years ആണ്. The auditor can be punished with imprisonment up to 7 years and or with fine. 7 വർഷത്തെ ഇംപ്രിസൺമെൻറ്റും അതോടുകൂടെ ഫൈനും കൂടെയാണ് ഓഡിറ്റർക്ക് നൽകുന്ന പനിഷ്മെൻറ്റ്. അതായത് ഇവിടെ ഓഡിറ്റർ ഏത് തരത്തിലുള്ള ക്രിമിനലായിട്ടുള്ള ആക്റ്റാണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബേസിലായിരിക്കും അയാൾക്ക് പനിഷ്മെൻറ്റ് നൽകുന്നത്. അതിൻ്റെ ഇൻറ്റൻഷന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഇൻറ്റൻഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഫോർ എൻ ഓഡിറ്റർ ബീയിങ് ചാർജ്ഡ് വിത്ത് ക്രിമിനൽ ലാബിലിറ്റി. ക്രിമിനൽ ലാബിലിറ്റി ആവണമെന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള സർക്കംസ്റ്റൻസ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് സർക്കംസ്റ്റൻസ് പറഞ്ഞത് ഹീ മേക്സ് ഓർ സർട്ടിഫൈസ് എ സ്റ്റേറ്റ്മെൻറ്റ് നോയിങ് ഇറ്റ് ടു ബി ഫോൾസ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടുകൂടെയും ഒരു ഓഡിറ്റർ അതിനെ സർട്ടിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതിൽ എഴുതി വെച്ചിട്ടുള്ള റെക്കോർഡ്സുകളൊക്കെ തെറ്റാണ്. അല്ലെങ്കിൽ അതിൽ ചേർക്കേണ്ടതായിട്ടുള്ള ചില പെർട്ടിക്കുലറായിട്ടുള്ള ഫാക്റ്റുകളോ മറ്റുള്ള എൻട്രീസുകളൊക്കെ അതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റാണെന്നറിയാം. പക്ഷേ ഓഡിറ്റർ എന്ത് ചെയ്യാണ്? അത് സർട്ടിഫൈ ചെയ്യാണ്. ആ വർഷത്തെ
ഫൈനൽ അക്കൗണ്ട്സ് സർട്ടിഫൈ ചെയ്തുകൊണ്ട് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുകയും അത് ഷെയർ ഹോൾഡേഴ്സിന് മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ തെറ്റുള്ള വിവരം ആർക്കും അറിയില്ല, അത് ആർക്ക് മാത്രമേ സർട്ടിഫൈ ചെയ്യാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ, ഓഡിറ്റർക്ക് മാത്രം. പക്ഷേ അയാൾ അറിഞ്ഞിട്ട് പോലും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് സർട്ടിഫിക്കേഷൻ നൽകിയെന്നുണ്ടെങ്കിൽ അത് തരത്തിലുള്ള ക്രിമിനൽ ലാബിലിറ്റി ആയിരിക്കും. അപ്പോൾ ക്രിമിനൽ ലാബിലിറ്റി എറൈസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ത് ഇൻറ്റൻഷന് വേണ്ടിയാണോ അയാൾ ആ ആക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബേസിലായിരിക്കും അയാൾക്ക് പനിഷ്മെൻറ്റ് കിട്ടുക. അപ്പോൾ ഇത്രയാണ് ക്രിമിനൽ ലാബിലിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. ക്രിമിനൽ ലാബിലിറ്റി എറൈസ് ചെയ്യുന്നതിനുള്ള കാരണങ്ങളാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ, ഹി മേക്സ് ഓർ സർട്ടിഫൈസ് എ സ്റ്റേറ്റ്മെൻറ്റ് knowing it to be false. Then number 2, he omits a material fact knowing it to be material. Third one, if such offense has been proved in a court of law. Last point, he does not comply with the provisions of the law. ഈ 4 സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അയാൾ ക്രിമിനലി ലയബിളായിട്ട് മാറും. ഇനി നമ്മൾ പറഞ്ഞത് സിവിൽ ലാബിലിറ്റിയെക്കുറിച്ചാണ്. സിവിൽ ലാബിലിറ്റിയും എറൈസ് ചെയ്യുന്ന 3 സിറ്റുവേഷൻസുകൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ സിവിൽ ലാബിലിറ്റി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും അയാൾക്ക് കിട്ടുന്ന പനിഷ്മെൻറ്റ് എന്നുള്ളതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. സിവിൽ ലാബിലിറ്റിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ സിവിൽ ലാബിലിറ്റി എങ്ങനെ അറൈസ് ചെയ്യാമെന്ന് നമുക്കറിയാം. സിവിൽ ലാബിലിറ്റി അറൈസസ് when the auditor was negligent in performing his duties. As a result of negligence, the client suffered loss. അയാളുടെ അശ്രദ്ധ മൂലം, അയാളുടെ ഡ്യൂട്ടിയിലുണ്ടാകുന്ന അശ്രദ്ധ മൂലം ക്ലയൻറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള ലോസുകൾ സംഭവിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും അയാൾക്ക് എറൈസ് ചെയ്യുന്ന സിവിൽ ലാബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ ലാബിലിറ്റി ചില കേസുകളിൽ ഈ ഓഡിറ്റർ ഇൻറ്റൻഷനലി ചെയ്യുന്നതല്ല നമുക്കറിയാം അല്ലേ, അയാളുടെ അശ്രദ്ധ കൊണ്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാളുടെ ലാബിലിറ്റി എങ്ങനെയായിരിക്കും പ്രൂവ് ചെയ്യിക്കുന്നത്? അത് എത്രമാത്രം ലോസ് ആ ഫേമിന് അല്ലെങ്കിൽ സൊസൈറ്റിക്കോ ക്ലയൻറ്റിനോ വന്നിട്ടുണ്ടോ അത് സിവിൽ കോർട്ട് പ്രൂവ് ചെയ്യുന്ന പക്ഷം അയാൾ അതിന് ലയബിളായി മാറും. അതാണ് റൂൾ പറയുന്നത്. നെഗ്ലിജൻസ് ഓൺ ദി പാർട്ട് ഓഫ് എൻ ഓഡിറ്റർ നീഡ് ടു ബി ഇൻറ്റൻഷണൽ. ഇൻ ഓർഡർ ടു ബി ഹെൽഡ് ലയബിൾ ഫോർ നെഗ്ലിജൻസ് it must be proved in a civil court and the client suffered a loss. അയാൾ അശ്രദ്ധയിലാണ് പ്രവർത്തിച്ചത്, പക്ഷെ അത് അയാൾ ഡെലിബറേറ്റ് അല്ല എന്നുണ്ടെങ്കിലും എങ്ങനെയായിരിക്കും അയാൾക്ക് സിവിൽ ലാബിലിറ്റി എറൈസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം നഷ്ടം ഉണ്ടായിട്ടുണ്ടോ ആ നഷ്ടത്തിൻ്റെ ഒരു ഡിഗ്രി കോർട്ട് പ്രൂവ് ചെയ്യുന്ന പക്ഷം അയാൾക്ക് സിവിൽ ലാബിലിറ്റി എറൈസ് ചെയ്യും. അപ്പോൾ സിവിൽ ലാബിലിറ്റി എറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അയാൾ നൽകേണ്ട കോമ്പൻസേഷൻ എന്നുള്ളതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. If he fails to perform his duties as laid down in the law, he is liable to compensate the loss suffered by his client. അയാൾക്ക് സിവിൽ ലാബിലിറ്റി അയാളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എത്ര ലോസാണോ ഈ ക്ലയൻറ്റിന് സഫർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അത്രയും ലോസ് ആര് കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും? ഓഡിറ്റർ കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഹീസ് ലയബിൾ ടു കോമ്പൻസേറ്റ് ദ ലോസ് സഫേർഡ് ബൈ ഹിസ് ക്ലയൻറ്റ്. ക്ലയൻറ്റിന് വന്നിട്ടുള്ള ലോസിനാണ് എന്ത് നൽകേണ്ടതായിട്ട് വരിക? കോമ്പൻസേഷൻ നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇത്രയാണ് സിവിൽ ലാബിലിറ്റിയും ക്രിമിനൽ ലാബിലിറ്റിയും എറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലാബിലിറ്റിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ സിവിൽ ലാബിലിറ്റിയിൽ തന്നെ ഒന്ന് നെഗ്ലിജൻസിലാണ് സിവിൽ ലാബിലിറ്റി എറൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. മറ്റൊരെണ്ണം പറഞ്ഞത് ലാബിലിറ്റി ഫോർ മിസ്ഫീസൻസ് ആണ് അല്ലേ. അപ്പോൾ എന്താ ലാബിലിറ്റി ഫോർ മിസ്ഫീസൻസ് നമുക്കറിയാം. അത് ഡീഫോൾട്ട്, ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി, എല്ലാം കൊണ്ടും സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ഇതിലൊക്കെ സംഭവിക്കുന്നതാണ് ഈ നേരത്തെ നമ്മൾ പറയുന്ന ലാബിലിറ്റി ഫോർ മിസ്ഫീസൻസ്. പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞാലും ചില കേസുകളിൽ അയാൾക്ക് എക്സംഷൻസുകളൊക്കെ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ അതെന്തായിരിക്കണം? ഹി ഹാസ് ആക്റ്റഡ് ഹോണസ്റ്റ്ലി. അയാളുടെ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സത്യസന്ധമായിട്ട് ചെയ്തതാണ്, പക്ഷെ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടിയായി മാറി, അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റായി മാറി.
അല്ലെങ്കിൽ എന്തെങ്കിലും ഡീഫോൾട്ടുകൾ വന്നു കഴിഞ്ഞു. പക്ഷെ അത് സത്യസന്ധമായിട്ടായിരുന്നു, പക്ഷേ അത് തെളിയിക്കപ്പെടുന്ന പക്ഷം അയാൾക്ക് എക്സംഷൻ കിട്ടുന്നതാണ്. അതാണ് കമ്പനീസ് ആക്ട് സെക്ഷൻ 33 പറഞ്ഞത്. നമ്പർ 2, he has shown reasonable care, diligence and skill in the performance of his duty. അതായത് ഒരു ലോസ് സംഭവിച്ചിട്ടുള്ളത് ഓഡിറ്ററുടെ ഭാഗത്തു നിന്ന് ക്ലയൻറ്റിന് വന്നു തന്നെയാണ്. പക്ഷെ അത് അയാൾ വളരെ ശ്രദ്ധിച്ചിട്ടും അയാളുടെ പെർഫോമൻസിൽ വളരെ സ്കില്ലായിട്ടും ഡെലിജൻ്റായിട്ടും അയാൾ ആക്ട് ചെയ്തിട്ട് പോലും സംഭവിച്ചതാണെന്നുണ്ടെങ്കിലും അവിടെയും എക്സംഷൻ ഉണ്ട്. ലാസ്റ്റ് പറഞ്ഞത് ദ സർക്കംസ്റ്റൻസ് ഫേവർ ഹിം ടു ബി എക്സ്ക്യൂസ്ഡ്. തേർഡ് കണ്ടീഷൻ പറഞ്ഞത് സിവിൽ ലാബിലിറ്റിയിൽ നിന്നും അയാൾക്ക് റിലീഫ് കിട്ടുന്നതിനൊരു കാരണം അയാളുടെ സർക്കംസ്റ്റൻസ് അയാൾക്ക് അനുകൂലമാകുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ്. അപ്പോൾ സർക്കംസ്റ്റൻസ് അനുകൂലമാകണമെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്തിട്ടുള്ളത് ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി അല്ല എന്നുള്ളതും ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ല എന്നുള്ളതും പ്രൂവ് ചെയ്യിക്കുന്ന പക്ഷം അയാൾക്ക് ഈ സിവിൽ ലാബിലിറ്റിയിൽ നിന്നും എന്ത് ചെയ്യാവുന്നതാണ്, റിലീഫ് നൽകുന്നതാണ്. അപ്പോൾ 2 ലാബിലിറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സിവിൽ ലാബിലിറ്റി അറൈസ് ചെയ്യുന്നത് നെഗ്ലിജൻസ് ആൻഡ് മിസ്ഫീസൻസ് ആണ്. ക്രിമിനൽ ലാബിലിറ്റി അറൈസ് ചെയ്യുന്നത് ക്രിമിനൽ ആയിട്ടുള്ള ആക്ട്. ആ ക്രിമിനൽ ആക്ട് ഏതാണെന്നുള്ളത് സെക്ഷൻ 197 ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്ന ഏതെങ്കിലും ഒഫൻസുകളാണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് എന്തും കൂടെ സംഭവിക്കും, ക്രിമിനൽ ലാബിലിറ്റി അറൈസ് ചെയ്യും. രണ്ടിനും പനിഷ്മെൻ്റ് ഉണ്ട്. ക്രിമിനൽ ലാബിലിറ്റിയിൽ 7 years വിത്ത് ഫൈനാണ്. സിവിൽ ലാബിലിറ്റി അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പൻസേഷനാണ്. അതായത് ക്ലയൻറ്റിന് എത്ര ലോസ് സംഭവിച്ചു ആ സംഭവിച്ച ലോസിനുള്ള കോമ്പൻസേഷനായിട്ട് ലാബിലിറ്റി മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനാണ് നമുക്ക് ലാബിലിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് ഓഡിറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.